ഹലോ നമസ്കാരം. ഇന്ന് എൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നതാണ് ഞാൻ വന്നത്. അതിന് ആദ്യമായി ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറിക്ക് പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചിരങ്ങ മുറിച്ചിടുന്നുണ്ട്. അത് പരിപ്പ് വന്നതിന് ശേഷം അതിലേക്ക് ഇടണം. പിന്നെ കുറച്ച് ഫിഷ് ബിരിയാണിയാണ് വെക്കുന്നത്. മോളും ഭർത്താവും വന്നതുകൊണ്ട് അവൾക്ക് ഫിഷ് ബിരിയാണിയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഫിഷ് ബിരിയാണി വെക്കട്ടെ. പക്ഷേ വലിയ അയക്കൂറിയൊന്നും കിട്ടിയില്ല, ചെറിയൊരു അയക്കൂറിയാണ് കിട്ടി. അതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഫിഷൊക്കെ ഞാൻ മുളകും ഉപ്പും മഞ്ഞളും പരക്കി അടുപ്പത്ത് വെച്ച് പൊരിക്കാൻ വെച്ചിരുന്നു. അതിപ്പം ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി മറുഭാഗം കൂടി മറച്ചിട്ടതിന് ശേഷം ഇപ്പം നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി ഞാൻ മസാല ആദ്യമേ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഈ പൊരിച്ച ഫിഷ് എടുത്തിട്ട് വെക്കാം. കാരണം മസാല ഞാൻ കുറേ തവണ ഈ യൂട്യൂബിൽ ഇട്ടത് കൊണ്ട് പിന്നെയും വേണ്ടി ഇട്ട് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാതിരുന്നത്. അതുകൊണ്ട് അതെല്ലാവർക്കും അറിയുന്നതല്ലേ. ഇപ്പോൾ ഫിഷ് ബിരിയാണിയിൽ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ് ഞാൻ നേരത്തെ വെച്ചിരുന്നു. അതും ഞാൻ കുറേ പ്രാവശ്യം ഇട്ടതുകൊണ്ട് കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് കറി അടുപ്പത്ത് കലക്കി വെച്ചിട്ടുണ്ട്. അത് തേങ്ങയും മഞ്ഞളും കൂടി അരച്ചിട്ട് കുറച്ച് മുളകും ഇട്ട് പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കലക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെമ്മീൻ ഇടണം. ഇനി ചരുവിൻ്റെ കറിയാണ്. ആദ്യം ചെമ്മീനിട്ട് ഒന്ന് വെന്തതിന് ശേഷം ബാക്കി നത്തോലിയാണ് ഇടുന്നത് അതിൻ്റെ കൂടെ. ഇപ്പോൾ അത് നല്ലപോലെ പതച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെത്തോലിയുണ്ട് മുറിച്ച് റെഡിയാക്കി കഴുകി വെച്ചിട്ട് അത് ഇതിലേക്കിട്ട് ഒറ്റ തിളയെ തിളക്കണം. നെത്തോലിക്ക് പെട്ടെന്ന് വേവുമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കറിയാവും. ഇപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഇറക്കി വെക്കാം. ഇനി അത് അവിടെ അടച്ച് വെച്ചിട്ട് ഇനി ഇത് പുളിയും മുളകിൻ്റെ ഒരു കലക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പുളി കലക്കി നല്ലവണ്ണം പിഴിഞ്ഞ് കലക്കി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അതിലേക്ക് ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും കൂടി ഇട്ടിട്ട് കലക്കി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 4 കോരക്കുട്ടിയാണ് ഇട്ടത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഇപ്പോൾ നല്ലപോലെ വെന്ത് ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ പുളിയും മുളകും റെഡി. ഉപ്പേരി ഞാൻ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും പിന്നെ ആരെയും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നില്ലേ ഉപ്പേരിയെല്ലാം. ഇപ്പം ഞാൻ ചോറ് വാർത്തിട്ടുണ്ട്. ആദ്യം വെച്ച ചോറ് ഇപ്പോൾ വെന്തിട്ട് ഒരാൾക്ക് വേണ്ട ചോറാണിത്. അതുകൊണ്ട് അത്രയാണ് വെച്ചിട്ട് എല്ലാവർക്കും ഫിഷ് ബിരിയാണിയാണ്. അതായിട്ടുണ്ട്. കണ്ടുകൊണ്ട് ഇരിക്കുന്ന ആൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇപ്പം നെയ്ച്ചോറ് ഒന്ന് ഞാൻ സെറ്റാക്കി വെക്കാം. ഒരു പ്ലേറ്റ് ആദ്യം സെറ്റാക്കി വെക്കട്ടെ. ഇപ്പം നല്ല മഴയായിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ബിരിയാണി തിന്നണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് അവർക്ക് മടുത്തുകൊണ്ട് ഫിഷ് ബിരിയാണി മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയത്. ചുമയുള്ളതുകൊണ്ട് ശരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇനി അതിലേക്ക് മസാലയൊക്കെ ഇട്ട് അതിൻ്റെ മേലെ ചോറിട്ട് റെഡിയാക്കി വെക്കാം. ഞാനൊരു പ്ലേറ്റ് ബിരിയാണി റെഡിയാക്കി വെച്ചതിന് ശേഷം ബാക്കി എൻ്റെ മോളാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. രാത്രിത്തൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഉച്ചക്കത്തത് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി അവളാണ് സെറ്റ് ചെയ്യുന്നത്. അവൾ സെറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കട്ടെ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അവൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.